ചാണക്യലോകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പലരും പറയാറുണ്ട്, എനിക്കിപ്പോൾ കഷ്ടകാലമാണ്, ശനിയുടെ ദശയാണ് എന്നൊക്കെ. എന്നാൽ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്കിപ്പോൾ നടക്കുന്നത് ശരിക്കും ചീത്ത സമയമാണോ? അതോ വരാനിരിക്കുന്ന വലിയൊരു വിജയത്തിന് മുന്നോടിയായി പ്രകൃതി നിങ്ങളെ പരീക്ഷിച്ചു വളർത്തുന്ന നല്ല സമയമാണോ? നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്കിപ്പോൾ നല്ല സമയമാണോ അതോ മോശം സമയമാണോ എന്ന് കൃത്യമായി തിരിച്ചറിയാൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഹാനായ ചാണക്യൻ ചില രഹസ്യങ്ങൾ പറഞ്ഞുവെച്ചിട്ടുണ്ട്. ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. നമ്മളിൽ പലരും വിചാരിക്കുന്നത് കയ്യിൽ ഒരുപാട് പണമുള്ളതും തൊട്ടതെല്ലാം പൊന്നാകുന്നതുമാണ് നല്ല സമയമെന്നാണ്. എന്നാൽ ചാണക്യന്റെ കാഴ്ചപ്പാടതല്ല. നമ്മൾ കടന്നുപോകുന്ന പ്രതിസന്ധികളും നമ്മുടെ കൂടെയുള്ള ആളുകളുടെ പെരുമാറ്റവും വെച്ചാണ് നമ്മുടെ സമയം ഏതാണെന്ന് വിലയിരുത്തേണ്ടത്. ചിലപ്പോൾ നമ്മൾ കഷ്ടകാലം എന്ന് വിചാരിക്കുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കാം. അങ്ങനെയെങ്കിൽ ചാണക്യനീതി പ്രകാരം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കൃത്യമായി തിരിച്ചറിയാൻ സഹായിക്കുന്ന ആ 3 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൂചന 1. ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾ തളരുന്നുണ്ടോ അതോ വളരുന്നുണ്ടോ? ചാണക്യന്റെ ജീവിതകഥയിലൂടെ. കൂട്ടുകാരെ, ചാണക്യൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളെ തളർത്താനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ കരുത്ത് പുറത്തെടുത്ത് നമ്മളെ വളർത്താനാണ് എന്നാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം മഹാനായ ചാണക്യന്റെ സ്വന്തം ജീവിതം തന്നെയാണ്. നമുക്കറിയാം, അഖണ്ഡഭാരതത്തിന്റെ ചക്രവർത്തിയാകുന്നതിനു മുൻപ് ചാണക്യൻ മഗധയിലെ രാജാവായിരുന്ന ധനനന്ദനാൽ ക്രൂരമായി അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. തന്റെ രാജസദസ്സിൽ വെച്ച് ധനനന്ദൻ ചാണക്യന്റെ അറിവിനെ പരിഹസിക്കുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് പിടിച്ചിറക്കി വിടുകയും ചെയ്തു. ഒരു സാധാരണക്കാരനാണ് ആ സ്ഥാനത്തെങ്കിൽ എന്റെ സമയം മോശമാണ്, എന്നെ എല്ലാവരും അപമാനിച്ചു എന്ന് കരുതി കരഞ്ഞ് കൺമുന്നിൽ നിന്ന് ഒളിച്ചോടിയേനെ. എന്നാൽ ചാണക്യൻ ചെയ്തത് എന്താണ്? തന്നെ അപമാനിച്ച ആ നിമിഷത്തെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമായി അദ്ദേഹം മാറ്റി. തന്റെ തലമുടി അഴിച്ചിട്ടുകൊണ്ട് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു, ഈ നന്ദവംശത്തെ വേരോടെ പിഴുതെറിയുന്നതുവരെ ഞാൻ ഇനി എന്റെ ശിഖ കുടുമ കെട്ടുകയില്ല. അപമാനിക്കപ്പെട്ട ആ മോശം സമയത്തെ അദ്ദേഹം തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ധനമാക്കി മാറ്റി. അവിടെ നിന്ന് ചാണക്യൻ തളരുകയല്ല, മറിച്ച് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന സാധാരണക്കാരനായ ഒരു കുട്ടിയെ കണ്ടെത്തി അവനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പോരാളിയായി വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. ഒടുവിൽ മഗധയുടെ സിംഹാസനത്തിൽ നിന്ന് ധനനന്ദനെ ഇറക്കി ഭാരതത്തിന്റെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചു. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, ധനനന്ദൻ ചാണക്യനെ അപമാനിച്ച ആ സമയം ബാഹ്യമായി നോക്കുമ്പോൾ ചാണക്യന്റെ ജീവിതത്തിലെ ഏറ്റവും ചീത്ത സമയമായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിന്റെ ചരിത്രപരമായ നല്ല സമയത്തിന്റെ തുടക്കമായിരുന്നു. കാരണം ആ പ്രതിസന്ധി ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ചാണക്യൻ എന്ന വിശ്വഗുരുവിനെ ചരിത്രത്തിന് ലഭിക്കില്ലായിരുന്നു. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. ഇന്ന് നിങ്ങൾക്ക് ബിസിനസ്സിൽ തകർച്ചയുണ്ടാകാം, ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വലിയ രീതിയിൽ അപമാനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടാകാം. ചുറ്റുമുള്ളവർ പറയും, നിന്റെ കഷ്ടകാലമാണെന്ന്. എന്നാൽ ചാണക്യൻ പറയുന്നു, തളരരുത്. ഈ പ്രതിസന്ധികളെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് നിങ്ങളുടെ സമയം ഒളിഞ്ഞിരിക്കുന്നത്. ബുദ്ധിമുട്ടുകൾ കണ്ട് ഭയന്ന് നിങ്ങൾ പിന്മാറിയാൽ അത് നിങ്ങളുടെ ചീത്ത സമയം തന്നെയാണ്. എന്നാൽ ചാണക്യനെപ്പോലെ ഈ പ്രതിസന്ധികളെ ഒരു പാഠമായി കണ്ട് കൂടുതൽ കരുത്തോടെ നിങ്ങൾ മുന്നോട്ടു പോകാൻ തയ്യാറായാൽ ഉറപ്പിച്ചോളൂ, വരാനിരിക്കുന്ന വലിയൊരു നല്ല സമയത്തിനു വേണ്ടി പ്രകൃതി നിങ്ങളെ മാറ്റിയെടുക്കുന്ന വളർച്ചയുടെ നല്ല സമയമാണ് നിങ്ങൾക്കിപ്പോൾ നടക്കുന്നത്. സൂചന 2. കൂടെയുള്ളവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയൽ, വ്യാജന്മാരുടെ പതനം. സുഹൃത്തുക്കളെ, ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ സൂചന നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ്. പലരും വിചാരിക്കുന്നത് കയ്യിൽ ഒരുപാട് പണവും പ്രശസ്തിയുമുള്ളപ്പോൾ നമ്മളെ പുകഴ്ത്താനും നമ്മുടെ കൂടെ നടക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ നല്ല സമയമെന്നാണ്. എന്നാൽ ചാണക്യൻ ഇതിനെ തികച്ചും വ്യത്യസ്തമായ ഒരു കോണിലൂടെയാണ് നോക്കിക്കേണ്ടത്. ചാണക്യനീതിയിൽ ഒരു സൂക്തമുണ്ട്, ആപൽസു മിത്രം ജാനിയാത് യുദ്ധേശൂരം ധനേശുചിം. അതായത്, ആപത്ത് വരുമ്പോഴാണ് യഥാർത്ഥ സുഹൃത്തിനെ തിരിച്ചറിയേണ്ടത്, യുദ്ധക്കളത്തിലാണ് വീരനെ അറിയേണ്ടത്, ദാരിദ്ര്യത്തിലാണ് ഒരുവന്റെ സത്യസന്ധത അറിയേണ്ടത്. ചാണക്യൻ തന്റെ തന്ത്രങ്ങളിലൂടെ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന സമയത്ത് ഒരുപാട് ശത്രുക്കളെയും അതുപോലെ തന്നെ ചാരന്മാരെയും നേരിട്ടിട്ടുണ്ട്. പുറമേ സുഹൃത്തുക്കളായി അഭിനയിച്ച് ഉള്ളിൽ വിഷമൊളിപ്പിച്ചു നടന്ന പലരെയും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അവരെയെല്ലാം തിരിച്ചറിയാൻ ചാണക്യൻ ഉപയോഗിച്ച തന്ത്രം ഇതായിരുന്നു, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവരുടെ ഭാവം എന്താണ് എന്ന് നോക്കുക. നിങ്ങളുടെ കയ്യിൽ പണവും പദവിയും ഉള്ളപ്പോൾ നിങ്ങളുടെ നിഴൽ പോലെ കൂടെ നടക്കുന്നവർ, നിങ്ങളുടെ തമാശകൾക്ക് പോലും കൈയടിക്കുന്നവർ. പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്കൊരു തകർച്ച വരുമ്പോൾ, നിങ്ങളൊരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ആദ്യം ഫോൺ കട്ട് ചെയ്യുന്നതും നിങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും അവരായിരിക്കും. ബാഹ്യമായി നോക്കുമ്പോൾ എല്ലാവരും നമ്മളെ വിട്ടുപോകുന്ന ആ സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോശം സമയമായി നമുക്ക് തോന്നാം. നമുക്ക് സങ്കടവും നിരാശയും വരാം. എന്നാൽ ചാണക്യൻ പറയുന്നു, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്.
യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ നല്ല സമയമാണ്. എന്തുകൊണ്ടാണ് ചാണക്യൻ അങ്ങനെ പറയുന്നത്? കാരണം കപടവിശ്വാസികളും സ്വാർത്ഥരുമായ ആ വ്യാജ സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടെ തന്നെ നിന്നിരുന്നെങ്കിൽ ഭാവിയിൽ നിങ്ങൾ വലിയൊരു ഉയരത്തിൽ നിൽക്കുമ്പോൾ അവർ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്തുമായിരുന്നു. എന്നാൽ നിങ്ങളുടെ ഒരു ചെറിയ മോശം സമയം വന്നപ്പോൾ അവർ സ്വയം അവരുടെ മുഖമൂടി അഴിച്ചുവെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. പാമ്പിന്റെ പടം പൊഴിയുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ചീത്ത മനുഷ്യർ നിങ്ങളെ വിട്ടുപോകുന്നത് പ്രകൃതി നിങ്ങൾക്ക് തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ കഷ്ടപ്പാടിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിപ്പോയവരെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, നിങ്ങളെ ചതിക്കാൻ സാധ്യതയുണ്ടായിരുന്ന സ്വാർത്ഥരിൽ നിന്നും ചീത്ത മനുഷ്യരിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും രക്ഷപ്പെട്ടിരിക്കുന്നു. ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ, വ്യാജന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയെങ്കിൽ, ഉറപ്പിച്ചോളൂ, ചാണക്യന്റെ ഭാഷയിൽ നിങ്ങൾക്കിപ്പോൾ നടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ഏറ്റവും നല്ല സമയം തന്നെയാണ്. സൂചന 3. അച്ചടക്കവും ആത്മനിയന്ത്രണവും. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെയുണ്ടോ? സുഹൃത്തുക്കളെ, ചാണക്യൻ പറയുന്ന മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സൂചന ബാഹ്യമായ ലോകത്തെക്കുറിച്ചല്ല, അത് നിങ്ങളുടെ സ്വന്തം മനസ്സിനെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ ഇപ്പോൾ നടക്കുന്നത് നല്ല സമയമാണോ ചീത്ത സമയമാണോ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ കയ്യിലുള്ള പണമോ സാഹചര്യങ്ങളോ അല്ല, മറിച്ച് അയാളുടെ ആത്മനിയന്ത്രണമാണ് എന്ന് ചാണക്യൻ ഉറപ്പിച്ചു പറയുന്നു. മഗധയുടെ ചക്രവർത്തിയായി ചന്ദ്രഗുപ്ത മൗര്യനെ വാഴിച്ചതിനുശേഷം ആ സാമ്രാജ്യത്തിന്റെ മുഴുവൻ അധികാരവും ചാണക്യന്റെ കൈകളിലായിരുന്നു. വിചാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സ്വർണ്ണക്കൊട്ടാരത്തിൽ സുഖലോലുപനായി ജീവിക്കാമായിരുന്നു. എന്നാൽ ചാണക്യൻ താമസിച്ചിരുന്നത് കൊട്ടാരത്തിനു പുറത്തുള്ള ഒരു ചെറിയ പുൽക്കുടിലായിരുന്നു. വെറും നിലത്ത് കിടന്നുറങ്ങി ലളിതമായ ഭക്ഷണം കഴിച്ച് തന്റെ അച്ചടക്കവും ആത്മനിയന്ത്രണവും അദ്ദേഹം ജീവിതാവസാനം വരെ കാത്തുസൂക്ഷിച്ചു. എന്തുകൊണ്ടാണ് ചാണക്യൻ അങ്ങനെ ചെയ്തത്? കാരണം അദ്ദേഹം വിശ്വസിച്ചിരുന്നു, ഒരു മനുഷ്യൻ എപ്പോൾ തന്റെ ആത്മനിയന്ത്രണവും അച്ചടക്കവും കൈവിടുന്നുവോ അപ്പോൾ അയാളുടെ കഷ്ടകാലം ആരംഭിച്ചു കഴിഞ്ഞു എന്ന്. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്കൊന്നു നോക്കൂ. ചില ആളുകൾക്ക് പെട്ടെന്ന് കുറച്ച് പണമോ പ്രശസ്തിയോ വരുമ്പോൾ അവരുടെ സ്വഭാവം മാറും. അഹങ്കാരം തലയ്ക്ക് പിടിക്കും, മറ്റുള്ളവരെ പുച്ഛിക്കാൻ തുടങ്ങും, ഒപ്പം ലഹരികൾക്കും മോശം ശീലങ്ങൾക്കും അടിമപ്പെടും. ലോകത്തിന്റെ കണ്ണിൽ അവർക്കിപ്പോൾ നല്ല സമയമായിരിക്കാം. എന്നാൽ ചാണക്യൻ പറയുന്നു, അല്ല, അവരിപ്പോൾ ജീവിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ ചീത്ത സമയത്താണ്. കാരണം അച്ചടക്കമില്ലാത്തവന് എത്ര വലിയ സാമ്രാജ്യമുണ്ടെങ്കിലും അത് അധികം വൈകാതെ തകർന്നടിയും. ഇനി ഇതിന്റെ മറുപുറം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കിപ്പോൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലായിരിക്കാം. പരാജയങ്ങൾ മാത്രമായിരിക്കാം ഫലം. എന്നാൽ ഈ വലിയ പ്രതിസന്ധിയിലും നിങ്ങളുടെ മനസ്സ് ശാന്തമാണെങ്കിൽ, കോപത്തെയും നിരാശയെയും നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായ അച്ചടക്കത്തോടെ ഡിസിപ്ലിൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ചാണക്യൻ പറയുന്നു, വിഷമിക്കേണ്ട, നിങ്ങളുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു. കാരണം കൊടുങ്കാറ്റിലും ഉലയാത്ത ഒരു മനസ്സ് നിങ്ങൾക്ക് സ്വന്തമായുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ അച്ചടക്കമാണ് വരാനിരിക്കുന്ന വലിയൊരു വിജയത്തിന്റെ ഏറ്റവും കൃത്യമായ സൂചന. ഇപ്പോൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. സാഹചര്യങ്ങൾ മോശമായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയിട്ടില്ലല്ലോ. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയുണ്ടല്ലോ. എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് വിജയത്തിന്റെ പാതയിലാണ്. ചാണക്യന്റെ വാക്കുകളിൽ, നിങ്ങൾക്കിപ്പോൾ നടക്കുന്നത് വരാനിരിക്കുന്ന വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്ന ഏറ്റവും നല്ല സമയം തന്നെയാണ്. സൂചന 4. അറിവും പുതിയ കഴിവുകളും നേടൽ. വിജയത്തിനായുള്ള ഒരുക്കങ്ങൾ. സുഹൃത്തുക്കളെ, ചാണക്യൻ പറയുന്ന നാലാമത്തെയും അവസാനത്തെയും സൂചന വളരെ ലളിതമാണ്, എന്നാൽ അത്രമേൽ ശക്തവുമാണ്. ചാണക്യൻ എപ്പോഴും വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്: വിദ്വാൻ സർവത്ര പൂജ്യതേ, അതായത് അറിവുള്ളവൻ എവിടെ പോയാലും ആദരിക്കപ്പെടും. സൗന്ദര്യത്തെക്കാളും പണത്തേക്കാളും വലിയ ശക്തി അറിവിനുണ്ടെന്നാണ് ചാണക്യൻ പഠിപ്പിച്ചത്. ചാണക്യന്റെ ജീവിതത്തിലേക്ക് വീണ്ടും നോക്കുകയാണെങ്കിൽ, ധനനന്ദനാൽ അപമാനിക്കപ്പെട്ട് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ നിമിഷം മുതൽ അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം വെറുതെയിരുന്ന് സമയം കളയുകയോ വിധിയെ ഓർത്ത് കരയുകയോ അല്ല ചെയ്തത്. പകരം ആ സമയമത്രയും അദ്ദേഹം കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനും പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനയാനും ലോകകാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും ഉപയോഗിച്ചു. ആ മോശം സമയത്ത് അദ്ദേഹം നേടിയ അറിവാണ് പിന്നീട് അർത്ഥശാസ്ത്രം എന്ന ലോകപ്രശസ്ത ഗ്രന്ഥമായി മാറിയതും മൗര്യ സാമ്രാജ്യത്തിന്റെ അടിത്തറയായതും. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. നിങ്ങൾക്കിപ്പോൾ വലിയ വിജയങ്ങളോ പണമോ ഒന്നും കയ്യിലില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ നിങ്ങൾ പുതിയ എന്തെങ്കിലും കഴിവുകൾ, സ്കിൽസ് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങളുടെ മേഖലയെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, നിങ്ങളുടെ സമയം ഇപ്പോൾ വളരെ നല്ലതാണ്. കാരണം നല്ല സമയം വരുന്നത് ഭാഗ്യം കൊണ്ടല്ല, മറിച്ച് അവസരങ്ങൾ വരുമ്പോൾ അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ നമ്മൾ എത്രത്തോളം തയ്യാറെടുത്തിരിക്കുന്നു, പ്രിപ്പയർഡ് എന്നതിനെ ആശ്രയിച്ചാണ്. നിങ്ങളിപ്പോൾ അറിവ് സമ്പാദിക്കാൻ കാണിക്കുന്ന ഈ താൽപ്പര്യം വരാനിരിക്കുന്ന വലിയൊരു അവസരത്തിനു വേണ്ടി പ്രകൃതി നിങ്ങളെ ഒരുക്കുന്നതിന്റെ സൂചനയാണ്.
നേരെ മറിച്ച് കയ്യിൽ ഒരുപാട് പണമുണ്ടായിട്ടും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മടിക്കുകയും അറിവില്ലായ്മയിൽ ജീവിക്കുകയും ചെയ്യുന്നവന്റെ സമയം ചീത്തയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിച്ചും സ്വയം മെച്ചപ്പെടുത്തിയും മുന്നോട്ടു പോവുകയാണെങ്കിൽ ഉറപ്പിച്ചു പറഞ്ഞോളൂ, വരാനിരിക്കുന്ന ഒരു വലിയ വിജയത്തിന്റെ തുടക്കമായ ഭാഗ്യമുള്ള നല്ല സമയമാണ് നിങ്ങൾക്കിപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ചാണക്യലോകം കാണുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമയം എന്നത് ഒരിക്കലും ഒരേപോലെ നിൽക്കുന്ന ഒന്നല്ല. അത് മാറിക്കൊണ്ടേയിരിക്കും. രാത്രിക്ക് ശേഷം ഒരു പകലുണ്ടാകുന്നതുപോലെ എത്ര വലിയ ഇരുണ്ട പ്രതിസന്ധികൾക്ക് ശേഷവും വെളിച്ചമുള്ള ഒരു നല്ല സമയം വരിക തന്നെ ചെയ്യും. മഹാനായ ചാണക്യൻ പഠിപ്പിച്ചതുപോലെ പ്രതിസന്ധികളെ ഭയപ്പെടാതെ അവയെ ഒരു പാഠമായി കാണുക, കൂടെയുള്ള വ്യാജന്മാരെ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തുക, ജീവിതത്തിൽ അച്ചടക്കം പാലിക്കുക, ഒപ്പം നിരന്തരം പുതിയ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കുക. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പുറത്ത് എന്ത് പ്രതിസന്ധിയുണ്ടായാലും നിങ്ങൾക്കിപ്പോൾ നടക്കുന്നത് ഏറ്റവും മികച്ച നല്ല സമയം തന്നെയാണ്. ഇപ്പോൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കൂ. ചാണക്യൻ പറഞ്ഞ ഈ 4 സൂചനകളിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങൾക്ക് ഇപ്പോൾ നല്ല സമയമാണോ അതോ വളർച്ചയുടെ സമയമാണോ നടക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ ചിന്തയും പോസിറ്റീവ് എനർജിയും തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാണക്യന്റെ ഇതുപോലുള്ള ജീവിതതന്ത്രങ്ങളും മോട്ടിവേഷനും ഇനിയും കേൾക്കാൻ നമ്മുടെ ചാണക്യലോകം എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.